അതാ ഹലോ ഗൈസ്, ഞങ്ങളത് അതാ റാബിനൗഷിൻ്റെ കല്യാണത്തിന് പോവാണ് അനിയത്തിൻ്റെ. അപ്പോൾ സപ്പോസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ സാരി കിച്ചൺ വളപ്പത്തിനെ കാത്തിക്കുകയാണ്. ഇപ്പോൾ വലിയക്കാരോ ഇൻഷാ അല്ലാഹ് വരുമോ നോക്കുക. 10 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറഞ്ഞാണ്. പിന്നെ ഓളിയും കൂടി ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇടുന്നുണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ. അപ്പോൾ ഞങ്ങളിതാ ലൈൻ മുടിക്കാൻ വേണ്ടി ഇവിടെ കയറിയതാട്ടോ. കാരണം എന്താ പറയുക, നൗസാദിനെ കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി. ഇതൊക്കെ വെള്ളത്തിൽ താഴ്ചിട്ട് വയ്യ. അപ്പോൾ സപ്പോസിനെ കൊണ്ട് ഇങ്ങോട്ട് കയറി ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ അത്ര പരിചയമില്ല. നമ്മൾ ആട് ഇവിടെ ആയതുകൊണ്ട് പിന്നെ നമുക്കിവിടെയൊക്കെ പരിചയമുണ്ട്. കോളിയും കൊണ്ടൊരു കാര്യം ഞങ്ങൾ ലൈൻ മുടിച്ചെത്തുണ്ട്. വരെ വെള്ളത്തിനഴിച്ചെടുക്കാൻ വയ്യല്ലോ. ഞങ്ങൾ ലൈൻ മുടിച്ചെട്ടോ. അടിപൊളി അടിപൊളി. അവിടെ അതൊക്കെ ക്ലിയർ ആയി. ഞാൻ സപ്പോസ് ഞങ്ങൾ പ്രിയപ്പെട്ട ചക്കാണത്. ബസ്സിന് സുന്ദരിയോള് ഇതിനെ ഞങ്ങൾ മിസ് ചെയ്തതിന്റെ കല്യാണമല്ല. അപ്പൊ അങ്ങോട്ട് പോവാണ്. അവിടുത്തല്ലേ ഞാൻ കൊടുത്തിട്ടാ എവിടുത്തെ അവിടെ കൊടുത്തിക്കണ ഞാൻ. എന്തൊക്കെ ആരെ വിശേഷം? സുഖല്ലേ മക്കളെ? ശരി പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടാ. കളറില്ലാത്ത എന്റെ ചുരിദാറിന്റെ കളർ എങ്ങനെയാടി? അടിപൊളിയായിക്കണോ? സൂപ്പർ ആയിക്കോണ്ട ഡ്രസ്. ഇതാ നിങ്ങൾ കാണാത്തത് അത് അങ്ങോട്ട് തിരിച്ചു അതിന്റെ കണ്ണടോട്ടെ. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇതാ മക്കളെ എൻ്റെ 2 ചങ്കുകൾ. ഇതാ ജെസ്സി ഇതാല്ല കേൾക്കണം. എനിക്കെന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. ഇയാൾ വയനാട്ടിൽ പോരാൻ പറ്റിയില്ല ഈ സുന്ദരി കുട്ടിയെ. നോക്കണി ഏത് സുന്ദരി കുട്ടിയല്ലോ. എല്ലാവരും സുന്ദരിയാട്ടോ. എൻ്റെ ചങ്കായൊക്കെ സുന്ദരിയാണ്. ജെസ്സിയൊക്കെ അടിപൊളിയായി. കടലമുട്ടായി, ഇഞ്ചി മുട്ടായി, നാരങ്ങ മുട്ടായി എന്തെങ്കിലും ഒന്ന് കഴിച്ചോണ്ട് പോയിക്കോളൂ. നാരങ്ങ മുട്ടായി വേണ്ടേ? കല്യാണത്തിനാണെങ്കിൽ ധൈര്യമായിട്ട് കഴിച്ചോളൂ. നല്ല ടേസ്റ്റുള്ള സാധനം. ടേസ്റ്റ് കണ്ടപ്പോ പറ്റിയില്ല. പല്ലുവേദന കഴിച്ചാൽ കച്ചടക്കെ ആക്കാതെ വൈവസാക്കിയാലോ. യൂട്യൂബറാണ്. കടല മുട്ടായി കണ്ടത്ര ഒന്ന് വൈവസാക്കട്ടെ. നല്ല ഇഞ്ചി മുട്ടായി, കടലമുട്ടായി, ബസ് കയറി ബസ് പോകും തോന്നുന്നില്ല. മഴയെ അത് തെരണ്ട് കാണാനില്ല. പേപ്പർ സോപ്പ് കാണാണ്ട്, പക്ഷെ കൊലുസ് കാണാനില്ല. അത് ഞാൻ എന്നിട്ട് അവിടെ തെരഞ്ഞോക്കിട്ട് പിന്നെ നേരം വഴുകിട്ടുണ്ട്. ഈ കല്യാണ പരമാവധി വാങ്ങി സഹായിക്കാനുണ്ട്. ഒരു തട്ടിയുടെ പൈസ ഉണ്ടാക്കാനല്ല, ഒരു കുടുംബം പോറ്റാൻ വേണ്ടിയുള്ള പരിപാടി ആയതുകൊണ്ടാണ് നാടൻ പപ്പടം. നമ്മളിപ്പോ ഒരു പപ്പടം വിറ്റ് ഞാൻ എടുത്ത സ്ഥലം എടുത്തോ. ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ചുക്കം ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലുണ്ട്. എല്ലാ ഓഡിറ്റോറിയത്തിൻ്റെ വൈകളെ വേറെ എന്തൊക്കെയാണ് വിശേഷം? സുഖതനല്ലേ മക്കളെ? ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ ഞങ്ങള്. അനിയത്തിൻ്റെ കല്യാണം ഉണ്ടാവണം. അപ്പൊ എല്ലാരും ഉണ്ട്. ചങ്കാള് വെള്ളം കുടിച്ചിട്ട് സന്തോഷാണേ. ആ ജെസ്സിനെ കണ്ട് സന്തോഷമില്ലേ? എൻ്റെ എല്ലാവരും അവിടെ സന്തോഷമില്ലേ? എത്ര മാസത്തിന് ശേഷം ഞാനുണ്ട്. ഓണാക്കാതെ അനിയത്തിൻ്റെ കല്യാണം. നമ്മള് എല്ലാവരും ഇവിടെ ഇപ്പോൾ അനിയത്തിൻ്റെ കല്യാണം കേട്ടോ. എൻ്റെ സൗണ്ടൊന്നും വല്ല ക്ലിയർ നേരത്തെ എത്തണം എന്ന് വിചാരിച്ചു. എന്താ പറയാ സുഖം. ഞങ്ങളിപ്പോ എത്തിയിട്ടുള്ളൂ. വലൈക്കും സലാം. തിളഞ്ഞു പോയല്ലോ. അപ്പം എല്ലാവരും വന്നിട്ടുണ്ടോ കല്യാണത്തിന്? ഇതാ നമ്മളെ കമർത്തുണ്ട്, പിന്നെ പെണ്ണും ചെക്കനും ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എല്ലാവരും ഉണ്ട്. കമർത്തുണ്ട്, ഷമീർത്തുണ്ട്, അസൂസ് ഉണ്ട്, സാബി ഉണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ.
എല്ലാവരും ഉണ്ട്. നമ്മളെ നജില റഫീഖിന് വരാൻ കഴിഞ്ഞില്ല, ഓല് വന്നിട്ടില്ല. പിന്നെ നമ്മളെ ബുള്ളറ്റ് മാനൊക്കെ ഉണ്ട്, വൈഫുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും സങ്കടം, എല്ലാം സന്തോഷമായിട്ടൊക്കെ. അപ്പം നമുക്ക് ഓല് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഓല് കണ്ണൂരിൽ നിന്ന് വന്നവരുണ്ട്, ചെമ്മാട്ടിൽ നിന്നുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളെ സലു കിച്ചനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തിയതാ. ശരിയോ അത് തന്നെ കാണിക്കണം കേട്ടോ. ശരിയോ എങ്ങനെ ക്ലിയർ ഇല്ലല്ലേ ഇങ്ങോട്ട്? ക്ലിയർ ഇല്ല, ഇത് ക്ലിയർ ഇല്ല.